ചാള വറുക്കുമ്പോൾ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചാള വറുക്കുമ്പോൾ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞെടുക്കണം. അപ്പോൾ ഈ തേക്കണ മസാല ഇതിൽ നല്ലപോലെ പിടിക്കും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി ഇടാം. പിന്നെ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് എരിവ് അനുസരിച്ച് ഇടുക. ഒരു 15 ചാളയിലേക്ക് 1.5 ടീസ്പൂൺ ഇടണം. നല്ല മുളക് പൊടി ആയിരിക്കണം. കാശ്മീരി മുളക് പൊടി ഒന്നും ഇതിലിടാൻ പാടില്ല. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചത് പേസ്റ്റാണെങ്കിൽ അതായാലും മതി. ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഇത് നല്ലപോലെ കൂട്ടി തിരുമ്മി വയ്ക്കുക. ആ വരയിലൊക്കെ ഈ മുളകും ഉപ്പൊക്കെ പിടിക്കണ പോലെ യോജിപ്പിച്ചവിടെ വയ്ക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നെയ്ച്ചാളയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരിക്കും. കന്നിമാസത്തിലൊക്കെ കിട്ടുന്ന ചാള. ഇതൊക്കെ കൂട്ടി തിരുമ്മി എടുത്ത് വെച്ചു. ഈ പലിഞ്ഞീനും ചാളയും കൂടി ഒരുമിച്ച് ഉപ്പും മുളകും തേക്കാൻ പാടില്ല. കാരണം ഇത് തേച്ച് കഴിഞ്ഞാൽ അത് വേർതിരിഞ്ഞ് നിൽക്കും. ഭയങ്കര വഴുവഴുപ്പ് കൂടുതലാണ് ഈ പലിഞ്ഞീന്. പലിഞ്ഞീന് എപ്പോഴും വേറെ ഇതേപോലെ മാറ്റി ഇത് ഉപ്പുമുളകും കൂട്ടി വയ്ക്കണം. പലിഞ്ഞീനുള്ള സമയത്ത് ചാള വെച്ചാലും വറുത്താലും അത് ഭയങ്കര ടേസ്റ്റായിരിക്കും. വേനൽക്കാലത്ത് ചാളയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പലിഞ്ഞീൻ നമ്മൾ എത്ര ഉപ്പും മുളകും കൂട്ടി തിരുമ്മിയാലും ഈ കൊഴുപ്പ് കാരണം കൊണ്ട് അതിൽ യോജിക്കില്ല. ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാനിടാം. അപ്പോൾ മീനൊക്കെ വറുക്കുമ്പോൾ ചോറിനണ നേരം നോക്കിയിട്ട് വറുക്കുകയാണ് നല്ലത്. വറുത്തെടുത്തേക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് പോവും. പ്രത്യേകിച്ച് ചാള വറുക്കുമ്പോൾ. ഏകദേശം മുരിവായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മറിച്ചിടാം. അതിങ്ങനെ ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിലെടുക്കുക, ഒറ്റ മറിക്കുക. അപ്പോൾ പെട്ടെന്നാവും. ഓരോന്നോരോന്ന് മറിക്കാൻ നിൽക്കണ്ട. മീനിൻ്റെ 2 ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കത് കോരിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ആ പാത്രം കൊണ്ട് ഇങ്ങനെ കോരിയെടുത്താൽ മതി. വെളിച്ചെണ്ണ വാരാൻ വെച്ചാൽ മതി. നല്ല നെയ്യുള്ള ചാളയാണെങ്കിൽ കൂർക്കിൻ ചാളയും വയ്ക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റായിരിക്കും. പലിഞ്ഞി മറക്കാം. പലിഞ്ഞി മറക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മൂടി കൊണ്ട് കമത്തി മൂടിയിടണം. അത് പൊട്ടിത്തെറിക്കും. ഇതാണ് ചാള വറുത്തത്. വറുത്തിങ്ങനെ മൊരിയുന്നേക്കാളും നല്ലത് കുറച്ച് പദത്തിലെടുക്കുക. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അപ്പം അതിൻ്റെ കൂടെ അമരക്കായ മെഴുക്ക് വരട്ടി, കയ്പ്പയ്ക്ക പച്ച വറുത്തത്, പിന്നെ നമ്മുടെ ചാള കറി വെച്ചത്, നാളികേരപ്പാലിൽ കറി വെച്ചത്, കുടപ്പുളിയും മാങ്ങ ഇട്ടിട്ട് വെച്ചതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.